നമ്മൾ ഇത്രയും നാള് ലിത്വേനിയയിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, അതും ഗേൾസിനോട്. നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് ലിത്വേനിയയിലേക്ക് വന്ന ഒരാള്. അപ്പൊ ചെക്കില് മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നിരുന്നല്ലേ? ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. നിർമ്മൽ എന്നാണ് ആളുടെ പേര്. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടായിരുന്നല്ലേ നാട്ടിൽ നിന്ന്? നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ. എന്തായിരുന്നു ബാച്ചിലേഴ്സ് നാട്ടിൽ പഠിച്ചത്? അക്കൗണ്ടിങ്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പഠിച്ചത്. ഇവിടെ മാസ്റ്റേഴ്സ് ബിസിനസ് ആൻഡ് എക്കണോമിക്സ് ചെയ്യാനാണ്. ബിസിനസ് എക്കണോമിക്സ്. എത്ര വർഷം ഉണ്ടായിരുന്നു ചെക്കില്? ചെക്കിൽ ഇപ്പോൾ ഞാൻ ടോട്ടൽ 3 years ആയി. ഈ 2025 ആകുമ്പോൾ 3 years ആവും ടോട്ടൽ. പിന്നെ ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് എങ്ങനെയാണ് ലിത്വേനിയയിലേക്ക് വന്നത്? ഞാനിപ്പോൾ ടോട്ടൽ ഒരു 9-10 കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രാവലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ലിത്വേനിയയിൽ വന്നത്. മറ്റു കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിത്വേനിയ കുറച്ചും കൂടെ കാം ആൻഡ് ക്വയറ്റും ആണ്, നല്ല ഫ്രണ്ട്ലി പീപ്പിൾ ആണ്. പിന്നെ സ്റ്റേ ആണെങ്കിൽ നമുക്ക് ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജോബ് ഇവിടെ കിട്ടണമെന്നാണ് ആഗ്രഹം? ജോബ് ഇപ്പോൾ അതെ, ഇവിടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഇവിടെ ജോലി നോക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോയിലാണ്, ചെക്കിലാണ്, ചെക്കുറൂടയിലാണ്. അപ്പോൾ ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട്. ചെക്കുറൂടെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി ജസ്റ്റ് 3 രൂപയുള്ളൂ. ഇവിടെ ആകുമ്പോൾ യൂറോ ആകുമ്പോൾ 80, ഒറ്റയടിക്ക് എത്ര രൂപയുടെ വ്യത്യാസം വന്നു. സോ ഞാൻ എല്ലായിടത്തും ജോലി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കിട്ടിയ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ വരും. ചെക്കിൽ വന്നപ്പോൾ ഫസ്റ്റ് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കയറിയത്. ആദ്യം ഞാൻ കിച്ചണിൽ ഹെൽപ്പറായിരുന്നു. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഓണർ തന്നെ, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഓണർ തന്നെ എന്നെ അവിടുത്തെ വെയിറ്റർ ആക്കി. 2 ഇയറിനടുത്ത് ഞാൻ വെയിറ്റർ ആയിട്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്തത്. ചെക്കിൽ അപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു? റെസ്റ്റോറൻറ്റിൽ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ തുടക്കം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് പ്രോബ്ലം ഇല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയം നമ്മൾ അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വെച്ചാൽ അവർ സംസാരിക്കും. മാസ്റ്റേഴ്സിന്റെ ഫീസ് തന്നെയാണോ പേ ചെയ്തത്? മാസ്റ്റേഴ്സിന്റെ ഫീസ് ആദ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഏജൻസി പറഞ്ഞു ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഒറിജിനലായിട്ട് നമുക്ക് അടയ്ക്കേണ്ടായിരുന്നു. അത് ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. അപ്പം ലിത്വേനിയയിൽ തന്നെ നിൽക്കാനാണ് ഇനി പ്ലാൻ? ചെക്കിൽ വന്നിട്ടും ലിത്വേനിയയിൽ വർക്ക് ആയിട്ട് ഇങ്ങോട്ടാണ് മോസ്റ്റ് ഞാൻ ജോബിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ലിത്വേനിയനാണ്. സോ ലിത്വേനിയയിൽ വരാനാണ് ആഗ്രഹം. സാധിക്കുമെന്ന് അറിയില്ല, ദൈവം.